സോ ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് മോഡൽസിന് നമ്മൾ സ്ട്രക്ചേർഡ് ഡേറ്റയാണ് ഇൻപുട്ടായി കൊടുക്കുന്നത്. സോ ഒരു അൺസ്ട്രക്ചേർഡ് ഡേറ്റ, ഒരു റോ അൺസ്ട്രക്ചേർഡ് ഡേറ്റ വന്നാൽ അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി പാറ്റേൺസ് ഓർ ഫീച്ചേഴ്സ് കണ്ടുപിടിച്ചെടുക്കാൻ ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് മോഡൽസിന് പറ്റില്ല. സോ ഒരു കോംപ്ലക്സ് അൺസ്ട്രക്ചേർഡ് ഡേറ്റ വന്നാൽ നമ്മളതിനെ കുറേ അധികം പ്രീ പ്രോസസ് ചെയ്തിട്ടേ നമുക്ക് ഈ മോഡൽസിലോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. സോ അൺസ്ട്രക്ചേർഡ് ഡേറ്റ വരുമ്പോൾ ഫീച്ചർ എക്സ്ട്രാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡീപ്പ് ലേണിംഗ് മോഡൽസിന് ഓട്ടോമാറ്റിക്കലി റോ അൺസ്ട്രക്ചേർഡ് ഡേറ്റയിൽ നിന്ന് ഫീച്ചേഴ്സ് പഠിച്ച് അല്ലെങ്കിൽ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാം. എന്ന് വെച്ചാൽ ഒട്ടും പ്രീ പ്രോസസ്സിങ് ഇല്ല എന്നല്ല, ബട്ട് കമ്പാരിറ്റീവ്ലി കമ്പയർഡ് വിത്ത് എ ട്രഡീഷണൽ മെഷീൻ ലേണിംഗ് മോഡൽ പ്രീ പ്രോസസ്സിങ് കുറേ കൂടി കുറവായിരിക്കും. ബിക്കോസ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആർ ഫീച്ചർ എക്സ്ട്രാക്ടേഴ്സ് ബൈ ഡിസൈൻ എന്ന് തന്നെ നമുക്ക് പറയാം. So why do we need automatic feature extraction? സോ നമുക്ക് ഒരു അൺസ്ട്രക്ചേർഡ് ഡേറ്റയുടെ എക്സാമ്പിളായ ഒരു ഇമേജ് എടുത്ത് നോക്കാം. സോ വാട്ട് ഈസ് എൻ ഇമേജ്? ഇമേജ് ഫോർ എ കമ്പ്യൂട്ടർ ഇസ് ജസ്റ്റ് എ മെട്രിക്സ് ഓഫ് നമ്പേഴ്സ്. സോ നമുക്കൊരു ചെറിയ റീജിയൻ സൂം ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഒരു 4x4 ഗ്രിഡ് റീജിയൻ എടുത്ത് സൂം ഇൻ ചെയ്തു. സോ ആൻ ഇമേജ് ഇസ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു പിക്സൽ. ഈ പിക്സൽ എന്ന് പറയുന്നതാണ് ഈ ഓരോ യൂണിറ്റും. ഓരോ പിക്സലിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു ന്യൂമറിക്കൽ വാല്യൂ വെച്ചാണ്. സോ ഫോർ എൻ ഇമേജ് ഈച്ച് പിക്സലിനെ ഒരു ഫീച്ചറായിട്ട് തന്നെ നമ്മൾ കണക്കാക്കണം. സോ ഈ ഒരു ചെറിയ ഒരു 4x4 ഗ്രിഡ് ഈ റീജിയനിൽ വി ഹാവ് ഹൗ മെനി 16 പിക്സൽസ് ഉണ്ട്. ആ പിക്സൽ എന്ന് പറയുന്നത് ആ കളറിനെ ഇൻഫർമേഷനെയാണ് കളർ ഇൻഫർമേഷനാണ് അവിടെ കൺവേ ചെയ്യുന്നത്. സോ നമ്മൾ അവിടെ കണ്ടത് ഒരു ചെറിയ ലോ റെസൊല്യൂഷൻ ഇമേജ് ആയിരുന്നു. എന്നാൽ പോലും അതിലൊരു 192 ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ 192 പിക്സൽസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ്സ് എ ലോട്ട്. സോ നമുക്ക് ഒരു മെഷീൻ ലേണിംഗ് അല്ലെങ്കിൽ ഡീപ്പ് ലേണിങ്ങിൽ നമ്മളുടെ ഉദ്ദേശം എന്താണ്? ഒരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഒരു പ്രഡിക്ഷനിലെത്തുക. ആ ഒരു ഔട്ട്പുട്ടിലെത്താൻ നമുക്ക് ആക്ച്വലി ഈ എല്ലാ പിക്സൽസിൻ്റെയൊന്നും ആവശ്യമില്ല. പക്ഷെ നമുക്ക് മാനുവലി റെലവൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് ഇസ് നോട്ട് പോസിബിൾ. ഓൾസോ നമ്മുടെ ഡേറ്റ കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ ഈ ചലഞ്ചസ് എല്ലാം ഓവർകം ചെയ്യാനാണ് നമുക്ക് ഓട്ടോമാറ്റിക് ഫീച്ചർ എക്സ്ട്രാക്ഷൻ്റെ ആവശ്യം. ഓക്കെ, സോ വൈ ഇസ് ഡീപ്പ് ലേണിംഗ് ബൂമിങ് നൗ? വൺ ഈസ് അവൈലബിലിറ്റി ഓഫ് ഡേറ്റ. നമുക്ക് ഡീപ്പ് ലേണിംഗ് മോഡൽസിനെ ട്രെയിൻ ചെയ്യാൻ നമുക്ക് കുറച്ച് വളരെയധികം ഡേറ്റ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മോഡേൺ ഏജിലാണ് ഇത്രയധികം ഡേറ്റ അവൈലബിൾ ആയിട്ടുള്ളത് ടു യൂസ് ആസ് ട്രെയിനിങ് ഡേറ്റ. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് GPUs വിച്ച് ആർ ഗ്രാഫിക്സ് പ്രോസസ്സിംഗ് യൂണിറ്റ്സ്. ഇതൊരു ഹാർഡ്വെയർ ഡെവലപ്മെൻറ്റ്. ഈ GPUs ആർ ഒപ്റ്റിമൈസ്ഡ് ഫോർ പാരലൽ പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ കുറേ അധികം കാൽക്കുലേഷൻസ് സൈമൾട്ടേനിയസ് ചെയ്യാം, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ് ഫോർ ഡീപ്പ് ലേണിംഗ്. ദെൻ ഓൾസോ നമുക്കിപ്പം ഡീപ്പ് ലേണിംഗ് വളരെ എളുപ്പം ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമുക്ക് കുറേ സോഫ്റ്റ്വെയർ ടൂൾസ് ലൈക്ക് ലൈബ്രറീസ് അവൈലബിൾ ആണ്, ലൈക്ക് ടെൻസർഫ്ലോ ആൻഡ് PyTorch. ദെൻ സം ആപ്ലിക്കേഷൻസ് ഓഫ് ഡീപ്പ് ലേണിംഗ് ലൈക്ക് കമ്പ്യൂട്ടർ വിഷൻ, NLP or natural language programming, speech recognition, recommendation systems, healthcare, robotics, autonomous vehicles and gaming, and many more applications.